ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസിന്റെ അവസാനഘട്ട സീരീസിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അടിപൊളി ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 10 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയയായ ബയോളജിയാണ്. ആ ബയോളജിയിൽ PSC അവസാനം ചോദിച്ച 10th പ്രിലിംസ് സ്റ്റേജ് 3 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അനുബന്ധ വിവരങ്ങളും കൂടാതെ SCERT സോഴ്സ് ആണോ NCERT സോഴ്സ് ആണോ എന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഇത് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC 10th ലെവൽ എക്സാം സീരീസ് 10th പ്രിലിംസ് സ്റ്റേജ് 3 PYQ plus related fact biology from SCERT and NCERT original source detailed explanation-ലെ ആദ്യത്തെ ചോദ്യം ഇതാ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിയല്ലാത്തത് ഏതെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് സിമ്പിളായിട്ട് അറിയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് ലിംഫ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ബേസിക് നോളജ് ഉള്ള എല്ലാവർക്കും ലിംഫ് വ്യവസ്ഥയുടെ പ്രാഥമിക ധർമ്മം അല്ലെങ്കിൽ മുഖ്യ പങ്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഇമ്മ്യൂണിറ്റേഷനിലാണ്. ഓക്കെ, ഇമ്മ്യൂണേഷനിലാണ്, അതായത് രോഗപ്രതിരോധത്തിലാണ്. രോഗപ്രതിരോധം മനസ്സിലായല്ലോ. സോ അത് ശരിയാണല്ലേ, അത് ശരിയാണ്. അപ്പം എന്തായാലും D അല്ല. പിന്നെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തെ സ്പ്ലീനും തൈമസ് ഗ്രന്ഥിയും ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. SCERT പഠിക്കുന്ന സമയത്ത് പഠിച്ചൊരു കാര്യമാണ്. സ്പ്ലീനും തൈമസ് ഗ്രന്ഥിയും ഉൾപ്പെടുന്നു. അപ്പോൾ അതും എന്താണ്, ശരിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്. സോ B or C ആണ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം വലിയ പ്രോട്ടീൻ തന്മാത്രകൾ എവിടെ കാണപ്പെടുന്നില്ല, ലിംഫ് വ്യവസ്ഥയിൽ കാണപ്പെടുന്നില്ല. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നത് ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഓക്കെ ആണല്ലോ. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല, അത് ശരിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏത് ടെക്സ്റ്റ് ബുക്കിലാണ് പറയുന്നത്? 11ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ അധ്യായം 18 ശരീരദ്രവങ്ങളും അവയുടെ പര്യനവും അഥവാ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്നാ പറയുന്നത്. ശരീരദ്രവങ്ങളും അവയുടെ പര്യനവും ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, അതാണ് ചാപ്റ്ററിന്റെ പേര്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലസികാദ്രവ്യം എന്ന് പറയുന്നത്, ലിംഫ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് വേറെ രീതിയിലാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ നോക്കിയേ, ഞാൻ എല്ലാം വായിക്കാം. ഈ പറയുന്ന പാരഗ്രാഫ് മൊത്തം തന്നിരിക്കുകയാണ് കേട്ടോ. ആ ചാപ്റ്ററിൽ ഇത്ര തന്നെ ജിംഫിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ തരുന്നുണ്ട്. നമുക്ക് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. ചിലപ്പോൾ അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെടുത്തി വരാം. ഓക്കെ, അപ്പോൾ രക്തകലകളിലെ രക്തലോമികകളുടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ജലവും ജലത്തിൽ ലയിക്കുന്ന പല പദാർത്ഥങ്ങളും കലയിലെ കോശങ്ങൾക്കിടയിൽ സ്ഥലത്തിലേക്ക് ഒഴുകുകയും വളരെയധികം രക്താണുക്കളും വലിയ മാംസ്യ തന്മാത്രകളും രക്തക്കുഴലുകളും അവശേഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വലിയ മാംസ്യ തന്മാത്രകൾ എന്നാ പറയുന്നത് കേട്ടോ. ഇങ്ങനെ രക്തത്തിൽ ലോമികകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ദ്രവത്തെ കോശാന്തര ദ്രവ്യം അഥവാ കലകളിലെ ദ്രവം അഥവാ ഇൻഡസ്ട്രിയണൽ ഫ്ലൂയിഡ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നാ പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് കോശാന്തര ദ്രവം അല്ലെങ്കിൽ കലകളിലെ ദ്രവം എന്ന് പറയുന്നത്? ഈ പറയുന്ന രക്തം കലകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ലോമികകളിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ജലവും ലവണങ്ങളും എന്ത് ചെയ്യുന്നു, ഈ പദാർത്ഥ കലയിലെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തേക്ക് ഒഴുകുന്നു. അവിടെ വളരെയധികം രക്താണുക്കളും വലിയ മാംസതന്മാത്രകളും രക്തക്കുഴലിൽ അവശേഷിക്കുന്നു. ഇങ്ങനെ രക്തലോമികളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ദ്രവത്തെയാണ് കോശാന്തര ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. അത് മനസ്സിലായല്ലോ. ഇനി ഈ ദ്രവത്തിലെ ധാതുക്കളുടെ വിന്യാസം പ്ലാസ്മയിലുള്ളതുപോലെ തന്നെയാണ്. രക്തവും കോശങ്ങളും തമ്മിലുള്ള പോഷകവാതക വിനിമയം നടക്കുന്നത് ഈ ദ്രവത്തിലൂടെയാണ്. ലാസികാ വ്യൂഹം അഥവാ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന കുഴലുകളുടെ ഒരു വിശാല ശൃംഖല ഈ ദ്രവം ശേഖരിച്ച് പ്രധാന സിരകളിൽ തിരികെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി ലാസികാ വ്യൂഹത്തിലെ ദ്രവത്തെ ലിംഫ് അല്ലെങ്കിൽ ലാസികാ ദ്രവം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ലാസികാ വ്യൂഹത്തിലുള്ള ഒരു ദ്രവമാണ്. ആ ദ്രവത്തിന്റെ പേരാണ് ലിംഫ് അല്ലെങ്കിൽ ലാസികാ ദ്രവം എന്ന് വിളിക്കുന്നത്. ഈ ലാസികാ ദ്രവം നിറമില്ലാത്തതും ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് നിദാന സവിശേഷത കോശങ്ങളുമാണ് ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. അപ്പൊ കണ്ടോ, ഇവിടെ രോഗപ്രതിരോധ ശേഷിക്ക് എന്ന് പറയുന്നുണ്ട് അല്ലെ. രോഗപ്രതിരോധ ശേഷിക്ക് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചോദ്യത്തിൽ കണ്ട പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതില് സവിശേഷ കോശങ്ങളായ ലിംഫോസൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതും എന്താണ്,
ശരിയാണ്, തീർച്ചയായും ശരിയായ ഒരു പോയിന്റ് ആണ്. ഇനി കൂടാതെ ഇവ പോഷകങ്ങളും ഹോർമോണുകളും വഹിച്ചു കൊണ്ടുപോകുന്നു. ചെറുകുടലിന്റെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലാസികാ നാളിയായ ലാക്ടിയലുകളിലെ ലാസികാ ദ്രവത്തിലൂടെയാണ് കൊഴുപ്പ് ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു പോയിന്റ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ NCERTയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ടാണ് ഓരോ പാരഗ്രാഫ് കുറിച്ച് പഠിപ്പിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശ്വേതരക്താണുക്കളുണ്ട്, അരുണ രക്താണുക്കളുണ്ട്. നിങ്ങൾ ഈ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ, ആ പറയുന്ന കാര്യങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെ ചെറിയൊരു പോയിന്റ് ആയിട്ടാണ് ലിംഫിനെ കുറിച്ച് പറയുന്നത്. +1 ജീവശാസ്ത്രം. ഓക്കെ ആണല്ലോ. സോ ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. ഇല്ല, പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ അത് എവിടെയുണ്ട്? അത് SCERTയിലുണ്ട്. ഓക്കെ, പിന്നെ എന്തിനാണ് NCERT തന്നത്? അടുത്ത ചോദ്യം SCERTയിൽ തന്നെ വരും, എന്താ ഉറപ്പ്? തീർച്ചയായും ലാസികാ ദ്രവത്തെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്? ഇവിടെ പറയുന്ന +1 പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് തന്നത്. ഇത് ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, SCERTയിലേക്ക് പോവാം. അപ്പൊ ഇതുവരെ നമുക്ക് ക്ലിയർ ആണോ നിങ്ങൾ? ഓക്കെ ആണല്ലോ. നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാട്ടോ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 9ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ 2ാമത്തെ ചാപ്റ്റർ ദഹനവും പോഷക സംവഹനവും. ഇത് ഞാൻ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ചാപ്റ്ററാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകൾ, 9ാം ക്ലാസ്സിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 4 ചാപ്റ്ററുകൾ ചോദ്യോത്തര രൂപത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്ത ചാപ്റ്ററാണ്. നമ്മൾ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കാണാൻ കഴിയും. ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ക്ലാസ്, അവിടെ വ്യക്തമായിട്ട് ഈ പറയുന്ന ലിംഫ് വ്യവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നിങ്ങൾ നോക്കിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യം എന്താണ് ടിഷ്യൂ ദ്രവം എന്നിവിടെ പറയുന്നു, അത് വായിക്കാം. അതിനുശേഷം ലിംഫ് വായിക്കാം. അതിനുശേഷം ലിംഫാറ്റിക് വ്യവസ്ഥയിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, ടിഷ്യൂ ദ്രവം ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങളിലിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നു. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അത് ചോദിക്കാട്ടോ, കോശങ്ങളും ഡാഷും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ആര് തമ്മിലാണ്? ടിഷ്യൂ ദ്രവവും തമ്മിലാണ്, ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി എന്താണ് ലിംഫ്? ടിഷ്യൂ ദ്രവത്തിലെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ്. ലിംഫിലൂടെ കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇനി എന്താണ് ലിംഫ് വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഈ കാണുന്നതാണ്, ഈ പറയുന്ന പച്ച കളറിൽ കാണുന്നതാണ് ലിംഫ് വാഹി. ഈ കാണുന്ന പയർവിത്ത് പോലെ കാണുന്ന ചെറിയ സാധനമാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഡോട്ട് പോയിന്റും ഈ കാണുന്ന ഡോട്ട് പോയിന്റുകളും എന്താണ്? അത് ലിംഫ് നോയിഡുകളാണ്. ഓക്കെ, ലിംഫ് നോഡുകളാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ പറയുന്നത്? ഈ പറയുന്ന ഈ ഒരു ചെറിയ പാരഗ്രാഫ് അതുപോലെ എടുത്ത് ചോദ്യത്തിൽ വെച്ചിരിക്കുക പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, കാണിച്ചു തരാം. നോക്കിയേ, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യുന്നു. സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ഇതല്ലേ ചോദ്യത്തിൽ തന്ന ആദ്യത്തെ പോയിന്റ്? ഇതാ, സ്പ്ലീന്, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. കണ്ടോ? സിമ്പിൾ ആയിട്ട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നു. 2ാമത്തെ ലൈന്, വലിയ രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. നേരെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല എന്ന് പറയുന്നു. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. കാണപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ലൈനിൽ നിന്ന് 2 സ്റ്റേറ്റ്മെന്റ്. അടുത്ത 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 3ാമത്തെ ലൈന്, ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മളെതാണ്ടോ, രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്ന് എടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണിത്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ സോഴ്സ് പഠിക്കുന്നത്. സോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ പറയുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് അതേപോലെ തന്നെ ലിംഫ് എന്താണെന്ന് പറഞ്ഞത്? ഇവിടെ ചോദിച്ചത് ലിംഫ് വ്യവസ്ഥയാണ്, എനിക്കത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാണ് മറ്റുള്ളത് പറഞ്ഞത്? അതാണ് ഇവിടെ റിലേറ്റഡ് ഫാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അനുബന്ധ വിവരങ്ങൾ പഠിക്കുകയാണ്. ലിംഫ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡും അതുപോലെ തന്നെ നമ്മുടെ ലിംഫും. അത് പഠിച്ചേ പറ്റൂ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? സോ ലൈക്ക് അടിക്കാൻ മറന്നിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് നാൾക്ക് നാൾ കുറഞ്ഞു വരുവാണ്. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2ാമത്തെ ചോദ്യം,
DNA-യിലുള്ളതും RNA ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ചിലപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കും, വല്ല കോഡും വെച്ചിട്ട് അല്ലേ. ഇത് പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് SCERT വെച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട് ഈ കാര്യം. അപ്പോൾ DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തൈമിനാണ്. നോക്കാലോ അതുമായി സോഴ്സ്. ഇത് നോക്കിയേ, ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് ജീവശാസ്ത്രം, ജീവന്റെ ജനിതകം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണ് ജീവന്റെ ജനിതകം എന്ന് പറയുന്നത്. അവിടെ സിമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചിത്രം നോക്കിയേ, പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്ന ഇഴകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്യുന്നു. ഇവിടെ പറയുന്ന അഡിനിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നൈട്രജൻ ബേസുകളുടെ ജോഡി ചേർക്കുന്നു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കാണുന്ന നീല കളറിലുള്ളത് പഞ്ചസാര തന്മാത്രയാണ്, മഞ്ഞ കളറിലുള്ളത് ഫോസ്ഫേറ്റ് തന്മാത്രയാണ്. സിമ്പിളായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ GCAT എന്ന് പറയുന്ന സാധനങ്ങളാണ് നൈട്രജൻ ബേസുകൾ. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന DNA കുറിച്ചാണ് പറയുന്നത്. DNA-യിൽ തന്നിരിക്കുന്നത് അഡിനിനുണ്ട്, തൈമിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതെല്ലാം എന്താണ്? DNA-യിലുള്ള നൈട്രജൻ ബേസുകളാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? DNA-യിൽ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ DNA-യിൽ ഇത് എന്തുണ്ട്? ഇത് മൂന്നുണ്ട്. അഡിനുണ്ട്, തൈമിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കട്ട് ചെയ്ത ഭാഗം അത് താഴത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ DNA-യുടെ ചുവറ്റുകോണി മാതൃക എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ പറയുന്നതില് ഈ കറയ്ക്കുന്ന ബ്ലൂ കളറിലുള്ളത് നൈട്രജൻ ബേസ്. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നൈട്രജൻ ബേസ് ആണ്. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തമാണത്. ഇത് ഈ പച്ച കളറിൽ കാണുന്ന മഞ്ഞ കളറിൽ കാണുന്നത് എന്താണ്? ഫോസ്ഫേറ്റ് ആണ്. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ഓക്കെ, ഇതെന്താണ്? ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. ആ ചിത്രത്തിൽ എന്താണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നിവിടെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ചോദിക്കാട്ടോ. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഡാഷ് ആണ്, അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണത്? അത് ന്യൂക്ലിയോടൈഡ് ആണ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന സാധനമാണ് എന്ത്? ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി പഞ്ചസാരയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയ നിർമ്മിതമാണ്, ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രോടോ. ഞാൻ ചുമ്മാ തന്നേ ഉള്ളൂ അതുമായി ബന്ധപ്പെടുത്തിയിട്ട്. സോ ഇവിടെ നമുക്ക് ഈ പറയുന്ന ചെറിയ ബോക്സിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് അനുബന്ധ വിവരങ്ങളൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആ പിക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? സോ നൈട്രജൻ ബേസിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. DNA-യിലുള്ളത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. അപ്പോൾ ഇനി RNA-യിൽ ഏതൊക്കെയാണുള്ളത്? ഇത് RNA-യിലുള്ളത്. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട് എന്നാണ് പറയുന്നത്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. ഇവിടെ RNA-യുടെ തന്മാത്രാ ഘടന തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ DNA ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കൂടെ ഉണ്ടായിരുന്നു അല്ലേ. DNA ആണെന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെവിടെ ഇല്ല, അതിവിടെ ഇല്ല. മനസ്സിലായോ? അത് ഇവിടെ കാണുന്നില്ല. ഇനി ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ ഒരു ചെറിയ ബോക്സിലാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. RNA എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. നൈബ്രോ ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. എന്താണ്? DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡ് ആണ് RNA. ഇവ ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇവിടെ തൈമിൻ എന്ന് പറയുന്ന പേര് വന്നിട്ടേ ഇല്ല. അഡിനിൻ ബോൾഡാക്കി തന്നിട്ടുണ്ട്. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആണ്. ഓക്കെ, RNA-യിലെ നൈട്രജൻ ബേസുകൾ മിക്കവും RNA-യും ഒരേ ഇഴകളാണുള്ളത്. മിക്ക RNA-യും എന്താണ്? ഒരു ഇഴ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ DNA-യിലേക്കുള്ള പോലെ ഇങ്ങനെ ഒരു ലൈൻ ആർക്കില്ല, ഇങ്ങനെ ഒരു ലൈന് RNA-ക്കില്ല. അതാണ് പറയുന്നത് ഒരു ഇഴകളാണ് എന്ന്. അപ്പോൾ ഈ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ ഇതൊക്കെയാണ് എന്ത്? RNA-യിലെ നൈട്രജൻ ബേസുകൾ എന്ന്. ഇവിടെ തൈമിനില്ല. പക്ഷെ അത് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എവിടെ? ഇത് ഇത്രയുമാണ് നമുക്ക് SCERT-യിൽ പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ സാധനം NCERT-യിൽ ഒരു ലൈനായിട്ട് തന്നെ പറയുന്നുണ്ട്, തൈമിനില്ല എന്ന്. അത് നമുക്ക് നോക്കണ്ടേ? അതാണ് ഇവിടെ NCERT പാഠപുസ്തകത്തിൽ പറയുന്നത്. +2 ജീവശാസ്ത്രത്തിലെ ഒരു ചാപ്റ്ററിന്റെ പേരാണ് പാരമ്പര്യത്തിന്റെ തന്മാത്രാ അടിസ്ഥാനം, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ പേര്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതില് പോളിന്യൂക്ലിയോടൈഡുകളുടെ ഘടന എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കാം.
ന്യൂക്ലിയോടൈഡുകൾക്ക് 3 ഘടകങ്ങളുണ്ട്. ഒരു നൈട്രജൻ ബേസ്, 5 കാർബൺ ആറ്റമുള്ള പഞ്ചസാര തന്മാത്ര അഥവാ RNA-യിൽ ഒരു റൈബോസും ഒരു DNA-യിൽ ഡീഓക്സി റൈബോസുമാണ്. അത് RNA-യിലാണെങ്കിൽ എന്താണ്? റൈബോസ് ആണ്. DNA-യിലാണെങ്കിൽ ഡീഓക്സി റൈബോസ് ആണ്. അതാണ് മാറ്റം കേട്ടോ. ഇനി ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള 3 ഘടകങ്ങൾ അടങ്ങിയതാണ് ന്യൂക്ലിയോടൈഡുകൾ. ഒരു നൈട്രജൻ ബേസ്, 5 കാർബൺ ആറ്റമുള്ള പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി RNA-യിലാണെങ്കിൽ റൈബോസും DNA-യിലാണെങ്കിൽ ഡീഓക്സി റൈബോസും. ഓക്കെ, ഇനി നൈട്രജൻ ബേസുകൾ 2 തരമുണ്ട്. പ്യൂരിനുകളായ അഡിനിൻ, ഗ്വാനിൻ എന്നിവയും പിരിമിഡിനുകളായ സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ എന്നിവയും. അപ്പൊ എന്താ പറയുന്നത്? പ്യൂരിയനുകളായ അഡിനിൻ, ഗ്വാനിൻ. അപ്പോൾ പ്യൂരിയനായത് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിനുമാണ്. പിന്നെ പിരിമിഡിയനുകളായ സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ എന്നിവയും. സൈറ്റോസിനുകൾ RNA-യിലും DNA-യിലും പൊതുവായി കാണപ്പെടുന്നു. ഇവിടെ നോക്കിയേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. നേരത്തെ ചോദിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. സൈറ്റോസിനുകൾ RNA-യിലും ഉണ്ട്, DNA-യിലും ഉണ്ട്. കോമൺ ആണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് ഇത് സൈറ്റോസിനുകൾ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് നമ്മുടെ ചോദ്യം. തൈമിനുകളും DNA-യിൽ മാത്രം കാണപ്പെടുന്നു, എന്നാൽ RNA-യിൽ തൈമിന് പകരം യുറാസിലാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. തൈമിനുകൾ DNA-യിൽ മാത്രം കാണപ്പെടുന്നു, എന്നാൽ RNA-യിൽ തൈമിന് പകരം കാണപ്പെടുന്നത് യുറാസിലാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, DNA-യിലെ തൈമിന് പകരമായി RNA-യിൽ കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് മക്കളെ? അത് യുറാസിലാണ് കേട്ടോ, യുറാസിലാണ്. ഓക്കെ ആണല്ലോ. ഓരോ നൈട്രജൻ ബേസും പഞ്ചസാര തന്മാത്രയുമായി N-ഗ്ലൈക്കോസിഡിലിക് രാസബന്ധനം മൂലം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെ ന്യൂക്ലിയോസൈഡുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന തന്മാത്രകൾ ഒന്നുകിൽ അഡിനോസിൻ അല്ലെങ്കിൽ ഡീഓക്സി അഡിനോസിൻ, ഗ്വാനോസിൻ അല്ലെങ്കിൽ ഡീഓക്സി ഗാനോസിൻ, സൈറ്റോസിഡിൻ എന്നിങ്ങനെ ഡീഓക്സി സൈറ്റോസിഡിൻ, യൂറിഡിൻ അല്ലെങ്കിൽ ഡീഓക്സി തൈമിഡിൻ എന്നിവയാണ്. ഓക്കെ, അതത്ര ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ ആ പാരഗ്രാഫ് അങ്ങ് ക്ലോസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും നമുക്ക് എക്സാമിന് ചോദിച്ചതാണ്, ഇനി ചോദിക്കാനുള്ള സാധ്യതയുള്ളതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് +2 ജീവശാസ്ത്രത്തിലെ ചാപ്റ്ററിന്റെ പേര് പാരമ്പര്യത്തിന്റെ തന്മാത്ര അടിസ്ഥാനം എന്ന് പറയുന്നതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ നമുക്ക് ഇതിന്റെ സോഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് SCERTയും NCERTയും രണ്ടിലും എന്തുണ്ട്? ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് രീതിയിലാണെങ്കിൽ അവിടെ കുറച്ച് പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, പറഞ്ഞ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 3ാമത്തെ ചോദ്യമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. നാവികരുടെ പ്ലേഗ് മക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മടുത്തൊരു കാര്യമാണ് ജീവകം. ഓക്കെ, വൈറ്റമിനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ എക്സാമിനും ഒരു ചോദ്യം സ്ഥിരം വരുന്നതാണ് ഈ പറയുന്ന ചോദ്യം കേട്ടോ, നാവികരുടെ പ്ലേഗ്. അപ്പോൾ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പേരുകളുണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ് പല ക്ലാസ്സുകളായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാം. നാവികരുടെ പ്ലേഗ് എന്ന് പറയുന്നത് ഏതാണ്? അത് ജീവകം C ആണ് അല്ലേ? ജീവകം C ആണ്. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നാവികരുടെ പ്ലേഗ് അഥവാ സ്കർവി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പഠിപ്പിച്ചാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിയേ, അടിസ്ഥാന ശാസ്ത്രം സ്റ്റാൻഡേർഡ് 6ാം ക്ലാസ്സിലെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ വൈറ്റമിൻസിനെയും അപര്യാപ്തത രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വൈറ്റമിൻ A എന്ന് പറയുന്നത് നിശാന്തതയാണ്. വൈറ്റമിൻ B എന്ന് പറയുന്നത് ഗ്ലോസിറ്റിസിസ് എന്നാ പറയുന്നത്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് ഈ പറയുന്ന ഗ്ലോസിറ്റിസി എന്ന് പറയുന്നത്. ഇനി വായ്പുണ്ണ്, ഇതും വൈറ്റമിൻ B ആണ്. ഇനി വിറ്റാമിൻ C എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതിന്റെ പേരാണ് സ്കർവി. ഇതാണ് എന്ത്? നാവികരുടെ പ്ലേഗ് എന്ന് പറയുന്നത്. വൈറ്റമിൻ D കണയാണ്, റിക്കറ്റ്സ് ആണ്, റിക്കറ്റ്സ്. ഇനി ഇവിടെ നോക്കിയാൽ നിശാന്തതയെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് നിശാന്തത. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകല് രാത്രി നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഇവിടെ നോക്കിയാൽ നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും, അല്ലാതെ നല്ല ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാഴ്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അല്ലാതെ ഇരുട്ടത്തെ അവർക്ക് എന്ത് ചെയ്യില്ല? കണ്ണ് കാണില്ല. ഓക്കെ ആണല്ലോ. ഇനി ധാതുക്കളും ധാതുക്കളുടെ അപര്യാപ്തത രോഗങ്ങളും ഇതും ചോദിക്കാറുള്ളതാണ്. അയൺ എന്ന് പറയുന്ന ധാതുവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിളർച്ച അഥവാ അനീമിയ. അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ ആണ്, ചോദിച്ചാണ് കേട്ടോ, അതൊക്കെ ചോദിച്ചാണ്. കാൽസ്യത്തിന്റെ കുറവാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. കാൽസ്യത്തിന്റെ കുറവാണ് ഓസ്റ്റിയോസ്പോറോസിസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നാവികരുടെ പ്ലേഗ് എന്ന് പറയുന്ന ഒരു ടേം പറയുന്നില്ലെങ്കിലും വൈറ്റമിൻ C സ്കർവിയാണ്. അപ്പോൾ കൂടുതൽ എപ്പോഴും ചോദിക്കുന്നത് സ്കർവിയാണ്. ഇപ്പോൾ നാവികരുടെ പ്ലേഗ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴും പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് സത്യം പറഞ്ഞ വിഷമമുണ്ട്. നിങ്ങൾ ആരും ഈ പറയുന്ന വിറ്റാമിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്താ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. ഇത് നമ്മൾ വൈറ്റമിൻസിന് വേണ്ടി എടുത്ത ക്ലാസ് ആണ്. നിങ്ങൾ 10th പ്രിലിംസ് എന്ന് നോക്കണ്ട. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന VFA LDC കാരാണ് അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് ഉള്ളവരാണ്. തീർച്ചയായും നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് കണ്ടുവച്ചേക്കുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് 2021 മുതൽ 25 വരെ ചോദിച്ച വൈറ്റമിൻസിന്റെ PYQs മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും ഞാനൊരു മോക്ക് ടെസ്റ്റിന്റെ രീതിയിൽ വെറും 15 മിനിറ്റേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ് ജീവകങ്ങളെ കുറിച്ച് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ പഠിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും, അറിയാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്ലാസ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ തന്നേ ഉള്ളൂ വൈറ്റമിൻ്റെ ഒരു ചോദ്യം വന്നപ്പോൾ കേട്ടോ. സോ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷനിൽ പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഓൾറെഡി. ഓക്കെ ആണല്ലോ? ശരി, ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ നമ്മുടെ പ്ലേലിസ്റ്റിന്റെ കാര്യമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. VFA ആൻഡ് LDCക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോസിന്റെ എണ്ണം നിങ്ങൾ നോക്കണ്ട, നിങ്ങളിത് കാണുന്ന സമയത്ത് 20-25 ഒക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ VFA ആൻഡ് LDC എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമുക്കുണ്ട്. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8:17 ആണ്. എല്ലാ ദിവസവും രാവിലെ 8:17 നമുക്ക് ക്ലാസ് ഉണ്ട്. സോ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതുവരെയും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ലഭിക്കുക. നമ്മുടെ എല്ലാ ദിവസവും ക്ലാസ്സിന്റെ അപ്ഡേറ്റ് അന്നേ തലേ ദിവസം, അതായത് ക്ലാസ് ഉള്ളതിന്റെ തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസിന്റെ സമയവും ഡേറ്റും. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പോലെ ജസ്റ്റ് ഒന്ന് കയറാൻ നോക്കുക. അവിടെ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ടാവും ക്ലാസിന്റെ സമയം. സോ കൃത്യമായിട്ട് ക്ലാസിന്റെ സമയത്ത് തന്നെ വരിക. ഇനി 10th പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ഉള്ളവർക്കാണെങ്കിൽ ഇതുവരെയും ക്ലാസ് കണ്ടിട്ടില്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സസ് പെൻഡിങ് ഉള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന 10th പ്രിലിംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടേക്കാട്ടോ. അതായത് VFA LDC കാണണ്ട എന്നല്ല, തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞാണ്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. മനസ്സിലായല്ലോ? ക്ലാസ്സുകളില്ല എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. മനസ്സിലായല്ലോ? അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഇവിടെ കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഡെയിലി ക്ലാസ്സസ് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, ശരി, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഡെയിലിയാണ് ക്ലാസ്സസ്, എല്ലാ ദിവസവും ഉണ്ട്, അത് മറക്കണ്ട. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്, നമ്മൾ കാലാകാലങ്ങളായി പഠിക്കുന്ന ഒരു വൈറസിന്റെ പേരാണ് അല്ലേ പക്ഷിപ്പനിയും പന്നിപ്പനിയും. പക്ഷിപ്പനി ഏതാണ്? H5N1 ആണ്. H5N1. അപ്പൊ H1N3 എന്താണ്? അത് പന്നിപ്പനിയാണ്. H5N1 ആണ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. ഓപ്ഷൻ B ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ജീവശാസ്ത്രം പ്ലസ് ടുവിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന പക്ഷിപ്പനിയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, അടുത്ത കാലത്ത് വിവിധ ദൃശ്യമാധ്യമങ്ങളിലൂടെ പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ എന്ന വിപത്തിനെ കുറിച്ചും അതുമൂലം മുട്ടാമാംസ്യം എന്നിവയുടെ ഉപയോഗത്തിലുണ്ടായ വൻ കുറവിനെ പറ്റിയും നിങ്ങൾ കേട്ട് കാണുമല്ലോ. വൈറസ് ബ്ലേഡ് ഫ്ലൂ വൈറസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഈ വൈറസിന്റെ പേര് തന്നിരിക്കുന്നത് ബേർഡ് ഫ്ലൂ വൈറസ് എന്നാണ്. മൂലമുണ്ടാകുന്ന ഈ രോഗത്തെക്കുറിച്ചും കോഴികളിൽ രോഗം പരത്തുന്നത് കണ്ടെത്തി തുടങ്ങിയാൽ പകരാതിരിക്കാൻ സ്വീകരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരം ശേഖരിക്കുക എന്ന് നമ്മുടെ അടുത്ത് പറയുവാണ്. ഓക്കെ, അതായത് ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറയുവാണ്. അവിടെ നിന്ന് പോലും ചോദ്യം വന്നിട്ടുണ്ട്. മനസ്സിലായോ? പണ്ട് എങ്ങനെയാ വന്നിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളായിരുന്നു, ഗ്യാപ്പിലുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഗ്യാപ്പിലുള്ള സാധനങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാമല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് ഒഴിഞ്ഞു കിടക്കുന്ന കോളവും അല്ലെങ്കിൽ ചോദിക്കാൻ പറയുന്ന കാര്യങ്ങളും പഠിക്കാൻ പറയുന്ന കാര്യങ്ങളും നമ്മൾ പഠിക്കില്ല, നമ്മൾ വിടും. അതിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം അങ്ങ് പഠിച്ചു വെച്ചേക്കും. ചിലർ ഹൈലൈറ്റ് ചെയ്തൊക്കെ പഠിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു തെറ്റായ ധാരണയാണ് ഞാൻ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ അടുത്ത് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ തന്നിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബോക്സ്, റെഡ് ബോക്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷികളെ, പ്രത്യേകിച്ച് കോഴി, താടാവ്, കാട്ടുപക്ഷികൾ എന്നിവയെ ബാധിക്കുന്ന തീവ്രമായ ഒരു പകർച്ചവ്യാധിയാണിത്. ഇവ NVN ഇൻഫ്ലുവൻസ വൈറസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഏറ്റവും മാരകമായ ഉപവിഭാഗമാണ് H5N1 വൈറസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ബേർഡ് ഫ്ലൂ വൈറസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന രണ്ട് പേരാണ്, ഏവിയൻ ഇൻഫ്ലുവൻസ അഥവാ ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബേർഡ് ഫ്ലൂ വൈറസ് എന്ന് തന്നിരിക്കുന്നത്. ഇനി എന്താണ് H5N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഏറ്റവും മാരകമായ ഉപവിഭാഗം. മനസ്സിലായല്ലോ? അതാണ് H5N1 ട്ടോ. അതുകൊണ്ടാണ് ഇത് ഇവിടെ തരാത്തത്. അതാണ് നമ്മുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞത്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇനി എന്താണ് H1N1? ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മാറിയിട്ട് തോന്നുന്നു. H1N3 അല്ല, H1N1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പന്നിപ്പനി അഥവാ സ്വൈൻ ഫ്ലൂ എന്ന് പറയും. അതാണ് H1N1 ട്ടോ. ഓക്കെ, അപ്പൊ H5N1 എന്താണ്? പക്ഷിപ്പനിയും. H1N1 പന്നിപ്പനിയുമാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളും വരുന്നുണ്ട്. സോ സോഴ്സ് വെച്ച് പഠിക്കുമ്പോൾ മുഴുവൻ ചാപ്റ്ററും പഠിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ, അല്ലാതെ കുറച്ച് പഠിച്ചിട്ട് കുറച്ച് പഠിക്കാതിരിക്കരുത്. ഓക്കെ ആണല്ലോ? എന്തായാലും നിങ്ങൾ പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാപ്റ്റർ മുഴുവനായിട്ട് വായിച്ചു നോക്കുക. അത് ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ കൂടി നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ഒരു ഐഡിയ കിട്ടും അവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കിയേ. ഷീക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? രോഗവും രോഗനിർണയ മാർഗങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും ടെസ്റ്റുകളും, ഡിസീസ് ആൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഷീക്ക് ടെസ്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഷീക്ക് ടെസ്റ്റ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഷീക്ക് ടെസ്റ്റ് ഏതാണ്. ഷീക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്തീരിയയാണ്. ഓപ്ഷൻ എ ആണ് ഡിഫ്തീരിയ. ഷീക്ക് ടെസ്റ്റ് ഡിഫ്തീരിയയാണ്. പഠിക്കേണ്ട കുറച്ച് ടെസ്റ്റുകൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടെസ്റ്റുകൾ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനിയും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോയേക്കുക. ഓക്കെ ആണല്ലോ. ഞാനിത് ഇവിടെ തന്നിട്ടുണ്ട്. രോഗങ്ങളും പരിശോധനകളും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, നിശാന്തതയുടെ ടെസ്റ്റിന്റെ പേരാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. നിശാന്തതയാണെങ്കിൽ റോസ് ബംഗാൾ ടെസ്റ്റ്, സിറോഫ്താൽമിയക്കിമി ടെസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം കേട്ടോ. ഇനി സിഫിലിസ് ആണെങ്കിൽ ഒരുപാട് തവണ ചോദിക്കുന്നതാണ് വാസർമാനും VDRLും സിഫിലിസ് ആണ്. സിഫിലിസ് രോഗത്തിന്റെ ടെസ്റ്റാണ് വാസർമാനും VDRLും. ക്യാൻസർ ആണെങ്കിൽ ബയോപ്സിയാണ്. ക്യാൻസർ രോഗനിർണയം ബയോപ്സിയാണ്. ഡെങ്കിപ്പനി ആണെങ്കിൽ ടൂർണിക്കറ്റ് ആണ് കേട്ടോ. ടൂർണിക്കറ്റ് ആണ് ഡെങ്കിപ്പനിക്ക്. കാഴ്ചശക്തിയാണെങ്കിൽ സ്നെലൻ സ്റ്റാർട്ട് ആണ്. നമ്മൾ ഈ ഡോക്ടറെ അടുത്തൊക്കെ ചെന്നിട്ട് ഇപ്പോൾ ഫിസിക്കലിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വായിക്കാൻ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആൽഫബറ്റ്സും ലെറ്റേഴ്സും ഉള്ള ഒരു മിക്സപ്പ് ആയിട്ടുള്ള സാധനം, അതാണ് സ്നെലൻ ചാർട്ട്. അത് കാഴ്ചശക്തി പരിശോധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി മഞ്ഞപ്പിത്തം ബിലിറൂബിൻ ടെസ്റ്റ് ആണ്. ബിലിറൂബിൻ എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി SCERT ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഡിഫ്തീരിയ ഷീക്ക് ടെസ്റ്റ് ഓൾറെഡി ഇതാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഷീക്ക് ടെസ്റ്റ് ആണ്. ഇനി കുഷ്ഠമാണെങ്കിൽ ലാപ്രോമിൻ ടെസ്റ്റും ഉണ്ട്, ഹിസ്റ്റാമിൻ ടെസ്റ്റും ഉണ്ട്. 2 ടെസ്റ്റ് ഉണ്ട്, ലാപ്രോമിനും ഉണ്ട്, ഹിസ്റ്റാമിനും ഉണ്ട്. ഇനി ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ആണ്. ക്ഷയമാണെങ്കിൽ മാൻഡോക്സ് ടെസ്റ്റ് ആണ് കേട്ടോ. മാൻഡോക്സ് ടെസ്റ്റ് ആണ്. മഞ്ഞപ്പിത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതാണ്, ബിലിറൂബിൻ ടെസ്റ്റ് ആണ്. സിഫിലിസ് ഏതാണ്, വാസർമാൻ ടെസ്റ്റ് ആണ്. VDRL ടെസ്റ്റ് ഉണ്ട്. ഇനി മസ്തിഷ്ക രോഗം, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. EEG എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയും. ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്, എങ്കിലും നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുവാണ്. മസ്തിഷ്ക രോഗങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്കവുമായി സംബന്ധിച്ച രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് EEG വെച്ചാണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഇതെന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞതാണ്. ഇനി ഹൃദ്രോഗങ്ങളാണെങ്കിലോ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഹൃദ്രോഗങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുള്ളതാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ആൻജിയോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും. അതേതാണ്, ഹൃദ്രോഗമാണ്. ആൻജിന എന്ന് പറയുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേദനയാണ്. ഇതൊക്കെ NCERTയിലും SCERTയിലും പഠിക്കാനുണ്ട്. കളർ ബ്ലൈൻഡ്നെസ്സിനുള്ള ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലിൽ പോകുന്നവർ ഈ സ്നെലൻ ചാർട്ട് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട് ഉള്ള ഒരു പുസ്തകം തരും. അത് ചിലർക്ക് വായിക്കാൻ പറ്റില്ല, ചിലർക്ക് വായിക്കാൻ പറ്റും. വായിക്കാൻ പറ്റുന്നവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല, വായിക്കാൻ പറ്റാത്തവർക്ക് കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. ആ ഡോട്ട് പല കളറിലായിരിക്കും, അപ്പോൾ അവിടെ നമ്പേഴ്സ് കാണാൻ കഴിയും. അതാണ് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുന്നത്, കളർ ബ്ലൈൻഡ്നെസ്. ഇനി നുണ പരിശോധന, ഇതിപ്പോൾ അടുത്ത് മുമ്പ് ഒരു തവണ ചോദിച്ചാണ്. നുണ പരിശോധന പോളിഗ്രാഫ് ആണ് കേട്ടോ. പോളിഗ്രാഫ് ടെസ്റ്റ് നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പോളിഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് നുണ പരിശോധനയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണല്ലോ മക്കളെ. വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളും പരിശോധനകളുമാണ് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ. ടെസ്റ്റുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചേക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ഒന്നാണിത്, ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. എത്ര തവണയാണ് ചോദിച്ചതെന്ന് അറിയില്ല, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വൈഡൽ ടെസ്റ്റ് എന്താണ് അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെടുത്തി കുറച്ച് ഡീറ്റെയിൽഡ് ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ വൈഡൽ ടെസ്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മേ ബി ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യം നോക്കിയേ. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് വെച്ചേക്കുക. എൻ്റെ ക്ലാസ് സ്ഥിരം കാണുന്ന എല്ലാവരും ഓൾറെഡി ലൈക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനിയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ക്ലാസ്സിൻ്റെ സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു, 8:17 ആണ്, രാവിലെ 8:17 എല്ലാ ദിവസവും. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നോക്കിയേ, അശ്വമേധം നമ്മൾ ഓൾറെഡി പദ്ധതികളുടെ ക്ലാസ് എടുത്ത സമയത്ത് ആരോഗ്യക്ഷേമ പദ്ധതികളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് അശ്വമേധം എന്ന് പറയുന്നത്. പല ലൈവുകളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമാണ് അശ്വമേധം. അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞം. അത് തന്നെയാണ് ഉത്തരവിടം. ഓപ്ഷൻ ഡി ആണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതാണ് അശ്വമേധം പദ്ധതി. ഓക്കെ, ഞാനിവിടെ തന്നിട്ടുണ്ട് എന്താണ് അശ്വമേധം എന്ന് പറയുന്നത്. കേരളത്തിൽ പൂർണ്ണമായും കുഷ്ഠരോഗം അഥവാ ലെപ്രസി, ഈ കുഷ്ഠരോഗത്തിന് മറ്റൊരു പേരാണ് ലെപ്രസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേരാണ്, ഇതില്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിഭിന്നമായ ഭവന സന്ദർശന രോഗനിർണയ ബോധവൽക്കരണ പരിപാടിയാണ് അശ്വമേധം ക്യാമ്പയിൻ എന്ന് പറയുന്നത്.
എന്താണ്? ഭവന സന്ദർശന രോഗനിർണയ ബോധവൽക്കരണ പരിപാടി. അതാണ് അശ്വമേധം ക്യാമ്പയിൻ. എന്തൊക്കെയാണ് പ്രധാന പ്രത്യേകതകൾ? ഇതിന്റെ പ്രവർത്തന രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരും ആശാ വർക്കർമാരും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘം സംസ്ഥാനത്തെ വീടുകൾ തോറും സന്ദർശിച്ച് ജനങ്ങളിൽ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കുന്നു. ഇങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്നതോ ചികിത്സ തേടുന്നതുമായോ കുഷ്ഠരോഗത്തെ ബാധിതരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുക, അവർക്ക് വേഗത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുക, അതുവഴി രോഗം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ശാരീരിക വൈകല്യങ്ങൾ തടയുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു, പ്രവർത്തന രീതി എന്താണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഈ പദ്ധതിയുടെ വിജയകരമായ തുടർച്ചയായി സമീപകാലത്ത് അശ്വമേധം 6.0, അശ്വമേധം 7.0 തുടങ്ങിയ ഘട്ടങ്ങൾ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ മേ ബി ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കണ്ട പോയിന്റാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അശ്വമേധം 6.0യും അശ്വമേധം 7.0യും. ചിലപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് മേ ബി പുതിയത് വന്നിട്ടുണ്ടായിരിക്കും. പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 അതിലധികമോ ചോദ്യങ്ങൾ തീർച്ചയായും പദ്ധതികളിൽ നിന്ന് വരും കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു പ്ലേലിസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ആരോഗ്യക്ഷേമ പദ്ധതികളും മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്ന ഒരു പാറ്റേൺ ഉള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. ഈ പ്ലേലിസ്റ്റ് ഞാൻ അധികം നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ, പദ്ധതികൾ കേട്ടോ. ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്, സ്ത്രീകൾക്കുള്ള പദ്ധതികളുണ്ട്, കുട്ടികൾക്കുള്ള പദ്ധതി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ പദ്ധതികൾ, പിന്നെ ഒരെണ്ണം വയോജന പദ്ധതികൾ. ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചത് വയോജന പദ്ധതിയാണ് കേട്ടോ. വയോമധുരം ഒക്കെ ചോദിച്ചാണ്. സോ പഠിച്ചു വെച്ചേക്കുക, വയോജന പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന 4 ക്ലാസ്സുകൾ നമ്മൾ പദ്ധതിയുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. കൂടുതൽ ക്ലാസ്സുകൾ വരും. ഈ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുവച്ചേക്കുക. മേ ബി അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇത് നോക്കിയാൽ നിങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ ഇപ്പോൾ NCERT SCERT ഒക്കെ പറയുന്നുണ്ട്. ഇത് NCERTയുടെ പ്ലേലിസ്റ്റ് ആണ്. നമ്മൾ എൻ്റെ ക്ലാസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് NCERTയുടെ പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് NCERT ആണ്, SCERT ആണ്. ഇത് SCERT പ്ലേലിസ്റ്റ്. ഇവിടെ നമ്മൾ SCERT നേരത്തെ ഞാൻ പറഞ്ഞ 4 ചാപ്റ്ററുകൾ അല്ലേ, നമ്മൾ ചോദ്യം കണ്ട ചാപ്റ്റർ ഉണ്ടല്ലോ 9ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററുകൾ, അതല്ലാതെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ചാപ്റ്ററുകൾ, 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ +1 +2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ആ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. കൂടുതൽ പറയുന്നില്ല. സ്ഥിരം കേൾക്കുന്നവർക്ക് ഒരു ബോറടി ആയിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്നവരെ പഠിച്ചു വെച്ചേക്കുക, സ്ഥിരം കാണുന്നവരെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. സോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം PSC ഒരുപാട് കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. റേച്ചൽ കേഴ്സൺ സൈലന്റ് സ്പ്രിംഗ് DDT. ഇങ്ങനെ തന്നെയാണ് നമ്മളത് പഠിക്കാറ്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. റേച്ചൽ കേഴ്സൺ സൈലന്റ് സ്പ്രിംഗ് DDT ഇത്ര തന്നെ നമ്മൾ പഠിക്കാറുള്ളൂ അല്ലേ. ഇത് എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓപ്ഷൻ A ആണ്, DDT ആണ്. DDTയുടെ പ്രതിപാദ്യ വിഷയമാണ് റേച്ചൽ കാഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. അമേരിക്കയിൽ പിന്നെ ഈ പുസ്തകം കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന DDT നിർത്തലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിരോധിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം, അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതെവിടെ നോക്കിയേ, സൈലന്റ് സ്പ്രിംഗ്. അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ റേച്ചൽ കാഴ്സൺ 1962 പ്രസിദ്ധീകരിച്ച ലോക പ്രശസ്തമായ ഒരു പരിസ്ഥിതി ഗ്രന്ഥമാണ് ഇത്. എന്താ പറയുന്നത്, 1962 അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയുമായ റേച്ചൽ കാഴ്സൺ 1962 എന്ത് ചെയ്യുന്നത്, ലോക പ്രശസ്തമായ ഈ പരിസ്ഥിതി ഗ്രന്ഥം ഈ പറയുന്ന പ്രസിദ്ധീകരിക്കുന്നത്. ആധുനിക ആഗോള പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സിന് തുടക്കം കുറിച്ച പുസ്തകമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, അപ്പിക്കോ ചിപ്കോ എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ ഭാഗത്ത് തന്നെ പഠിക്കുന്ന ഒരു സാധനമാണ് എന്താ, ഈ പറയുന്ന സൈലന്റ് സ്പ്രിംഗ്. ഇനി എന്താണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം? കൃഷിയിലും കൊതുക് നിർമ്മാർജ്ജനത്തിലും മനുഷ്യൻ അനിയന്ത്രിതമായി ഉപയോഗിക്കുന്ന മാരകമായ കീടനാശിനികൾ, പ്രത്യേകിച്ച് DDT എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈക്ലോറോ ഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്നാണ് പറയുന്നത്. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ക്ലോറോ ഈഥൈൻ. എന്താണ് ഇവിടെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി, കെമിസ്ട്രി ആണ് കേട്ടോ. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ എന്ന് പറയുന്നതാണ് എന്ത്, DDTയുടെ ഫുൾ ഫോം ആണ് ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. ഓക്കെ ആണല്ലോ. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും വരുത്തി വെക്കുന്ന വിനാശകരമായ ആഘാതങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ അവർ തുറന്നു കാട്ടിയത് എന്നാണ് പറയുന്നത്. സോ DDT ആണ് പ്രതിപാദ്യ വിഷയം. ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1962 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കിയേ, DDT പോലുള്ള കീടനാശിനികൾ ജൈവവർദ്ധനവിന് അഥവാ മയോ മാഗ്നിഫിക്കേഷന് കാരണമാകുന്നു. ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ പക്ഷികളുടെ ശരീരത്തിലെത്തുകയും
അവയുടെ മുട്ടത്തോടുകൾ നേർത്തുപോയി വിരിയുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പോകാൻ ഇടയാകുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ DDT പോലുള്ള കീടനാശിനികൾ ജൈവ വർധനവിന് ബയോ മാഗ്നിഫിക്കേഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത് ഭക്ഷ്യശൃംഖലയിലൂടെ ഭക്ഷ്യശൃംഖല എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ VFA ആൻഡ് LDC എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക, അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തൊരു ചാപ്റ്ററാണ് ഈ ഭക്ഷ്യശൃംഖലയെക്കുറിച്ച്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ് ഉപഭോക്താക്കൾ എന്താണ്, കൺസ്യൂമേഴ്സ് എന്താണ്, വിഘാടകർ എന്താണെന്നൊക്കെ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. VFA ആൻഡ് LDC എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയിരിക്കണം. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അത് കണ്ടു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഈ പറയുന്ന NCERT SCERT ഒരു വിഭാഗം എക്സാമിനല്ല, എല്ലാ എക്സാമിനും സ്ഥിരമായി ചോദിക്കുന്ന, ജനറൽ എക്സാമുകൾക്കോ സ്ഥിരമായി ചോദിക്കുന്നതാണ് NCERTയിലും NCERTയിൽ നിന്നും. ആ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് കണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് പഠിക്കണം, ജോലി നേടണം എന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അതുപോലെ തന്നെ നടക്കട്ടെ. ശരി, നോക്കിയേ. വസന്തകാലത്ത് പക്ഷികളുടെ പാട്ടുകളില്ലാതെ പ്രകൃതി നിശബ്ദമായി മാറുന്ന അവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് പുസ്തകത്തിന് സൈലന്റ് സ്പ്രിങ് എന്ന് പേരിട്ടത്. ഈ പുസ്തകത്തിന്റെ സ്വാധീനം മൂലം പിന്നീട് അമേരിക്കയിൽ, ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്, പിന്നീട് അമേരിക്കയിൽ എന്ത് ചെയ്തു? DDTയുടെ ഉപയോഗം നിരോധിക്കുകയുണ്ടായി. അപ്പോൾ ഈ പുസ്തകത്തിന്റെ സ്വാധീനം കാരണമാണ് എന്ത് ചെയ്തത്? അമേരിക്കയിൽ DDTയുടെ ഉപയോഗം നിരോധിക്കുകയുണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഒരു ഡൗട്ടും വേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾക്ക് 10th പ്രിലിംസ് 2ാം ഘട്ടം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 PYQ ആണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് VFAയും LDCയും ക്ലാസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. 10th പ്രിലിംസിന് 10 മാർക്കാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ബയോളജി ഭാഗത്ത് നിന്ന് 10 മാർക്കാണ് നിങ്ങൾക്ക് 10th വരുന്നതെങ്കിൽ VFA ആൻഡ് LDC, അതായത് 12th ലെവൽ എക്സാമുകൾ VFAയ്ക്കും LDCക്കും വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. സോ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇൻട്രോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VFA ആൻഡ് LDC പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് 6 മാർക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ 6 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഈ 6+ ഒന്നോ രണ്ടോ കറണ്ട് അഫയേഴ്സ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ഏകദേശം 7 or 8 മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതായത് 8 മാർക്കൊക്കെ വേസ്റ്റ് ആക്കി കളയരുത്. സിമ്പിളായിട്ട് നേടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ബയോളജി ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്ലേലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇനിയും ചാപ്റ്റേഴ്സ് വരാനുണ്ട്. ഓക്കെ, സോ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം. പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഒരു മടിയും പാടില്ല. വ്യക്തമായി സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് സമയത്ത് ക്ലാസ് കാണുന്നില്ല. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് ക്ലാസ് കാണുന്നവരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കൃത്യമായി പഠിക്കുന്ന, ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, ഒരു കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണിത്. പക്ഷെ കറക്റ്റായിട്ട് പഠിക്കാത്തവർ എത്ര കാലം പഠിച്ചാലും അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് മുമ്പ് വന്നവരും ശേഷം വന്നവരും എല്ലാവരും പോയില്ലേ? നിങ്ങൾ എന്തുകൊണ്ടായിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ, PSC പഠിക്കുന്നവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വ്യക്തമായിട്ട് കൂടെ തന്നെ പഠിച്ചു പോരുക. പെൻഡിങ് വെക്കരുത്. എല്ലാ ദിവസവും നമുക്ക് 8:17 ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലാസ് പെൻഡിങ് വെക്കരുത്. ഓക്കെ ആണല്ലോ? എല്ലാ ദിവസവും രാവിലെ 8:17 നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞ് ചിലപ്പോൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ചാനൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്ലേലിസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തായി പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവിൻ്റെ സമയവും ക്ലാസിൻ്റെ സമയവും അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ കാണാൻ പറ്റും. എല്ലാ ദിവസവും കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കണ്ടുപോയാൽ പെൻഡിങ് വരാതെ കൂടെ തന്നെ പഠിച്ചു പോരാൻ പറ്റും. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നന്നായി പഠിക്കുക. കീപ് ലേണിംഗ് വിത്ത് മീ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.